പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ക്ലാസ് 6ൻ്റെ ചാപ്റ്റർ 3ലെ ക്ലോക്ക് ആൻഡ് കലണ്ടർ നമ്പേഴ്സ് എന്നുള്ള പോർഷനാണ്. ഇതിന് മുൻപുള്ള പോർഷൻസൊക്കെ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത്. അപ്പോൾ എന്താണ് ഈ പോർഷനിൽ പഠിക്കാനുള്ളതെന്ന് നമുക്ക് നോക്കാം. ഓൺ ദ യൂഷ്വൽ 12-hour ക്ലോക്ക് there are timing with different patterns. For example, 4:44, 10:10, 12:21. അപ്പോൾ നമ്മുടെ സാധാരണ 12-hour ക്ലോക്കിൽ നമുക്ക് ടൈമിങ്സിൻ്റെ ഡിഫറെൻറ്റ് പാറ്റേൺസ് നമുക്ക് കാണാനായിട്ട് പറ്റും അല്ലേ. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 4:44, ഇവിടെ എല്ലാം ഫോറുകളാണ് അല്ലേ. 10:10, 12:21. അപ്പോൾ ഈ 4:41 എന്ന് പറയുന്നത് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് റീഡ് ചെയ്താലും ഇവിടെ നിന്ന് ലെഫ്റ്റിലേക്ക് റീഡ് ചെയ്താലും എന്താണ്, ഒരേപോലെയാണ് അല്ലേ. ഇവിടെ 10:10 രണ്ടിടത്തും നമ്പേഴ്സ് 10 ആണ്. ഇവിടെയും തിരിച്ച് റീഡ് ചെയ്താൽ നമുക്ക് ഒരേപോലെയാണ് അല്ലേ. ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്കും റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് റീഡ് ചെയ്താലും ഒരേപോലെയാണ്. ട്രൈ ആൻഡ് ഫൈൻഡ് ഔട്ട് ഓൾ പോസിബിൾ ടൈംസ് ഓൺ എ 12-hour ക്ലോക്ക് ഓഫ് ഈച്ച് ഓഫ് ദീസ് ടൈം. അപ്പോൾ ഇതുപോലെ 12-hour ക്ലോക്കിൽ നിന്ന് പോസിബിളായിട്ടുള്ള ടൈംസ് ഇതേപോലത്തത് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതേപോലത്തത് ഇനി വേറെ നമുക്ക് എന്തൊക്കെ എഴുതാം? 1:11 എഴുതാം, 2:22 എഴുതാം, പിന്നെന്താ 11:11 എഴുതാം, പിന്നെ 4:44 ഓൾറെഡി ഇവിടെ എഴുതിയിട്ടുണ്ട്. 01:01 എഴുതാം, 09:09 എഴുതാം, 08:08 എഴുതാം, 03:03 എഴുതാം, അതുപോലെ 04:04 എഴുതാം, 05:05 എഴുതാം. ഓക്കെ, ഇങ്ങനെ നമുക്ക് എഴുതാനായിട്ട് സാധിക്കും കേട്ടോ. ഇതേപോലെ നമുക്ക് കുറേ എഴുതാനായിട്ട് പറ്റുമേ. ഇനി നോക്കിയാൽ മനീഷ് ഹാസ് ഹിസ് ബർത്ത്ഡേ ഓൺ 2012 where the digits 2, 0, 1 and 2 repeat in that order. അപ്പോൾ നോക്കിയേ, ഇവിടെ നോക്കിയേ 2012 ആണല്ലേ. അപ്പോൾ നോക്കിയേ 2012 ഇത് വീണ്ടും റിപ്പീറ്റ് ചെയ്യുകയാണ് അല്ലേ. 2012. ഫൈൻഡ് സം അതർ ഡേറ്റ്സ് ഓഫ് ദിസ് ഫോം ഫ്രം ദി പാസ്റ്റ്. അപ്പോൾ പാസ്റ്റിൽ നിന്ന് ഇതേപോലത്തെ മറ്റ് ഡേറ്റുകൾ കൂടെ കണ്ടെത്താനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതേപോലത്തെ, അതായത് പാസ്റ്റിൽ നിന്ന് വേണം കണ്ടെത്താനായിട്ട്. ഇതേപോലത്തെ മറ്റ് ഡേറ്റുകൾ ഏതൊക്കെ എഴുതാം നമുക്ക്? 12, 1, 1201 എഴുതാം. അതേപോലെ 19, 10, 1910 എഴുതാം. പിന്നെന്തെഴുതാം? 20, 11, 2011 എഴുതാം. ഇവിടെ എല്ലാം എന്ത് ചെയ്യാണ്, നമ്പറുകൾ അതേപോലെ റിപ്പീറ്റ് ചെയ്ത് വരികയാണല്ലേ. പിന്നെന്തെഴുതാം? 13, 4, 1304. ഇങ്ങനെ നമുക്ക് ഇഷ്ടമുള്ളത് എഴുതാം, പക്ഷേ പാസ്റ്റിലുള്ള ഡേറ്റുകളായിരിക്കണം എഴുതുന്നത്. ഹിസ് സിസ്റ്റർ മേഘന ഹാസ് ഹെയർ ബർത്ത്ഡേ ഓൺ 11/2/2011 where the digits read the same from left to right and from right to left. മുകളിൽ എങ്ങനെയായിരുന്നു? ഡിജിറ്റുകൾ റിപ്പീറ്റ് ചെയ്ത് വരുമായിരുന്നു അല്ലേ. 2012, 2012 ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വരികയായിരുന്നു. പക്ഷേ ഇവിടെ എങ്ങനെയാണെന്ന് നോക്കിയേ, 1102, 2011. അതേപോലെ ഇപ്പോൾ നമ്മൾ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്കാണ് റീഡ് ചെയ്തത്. ഇനി തിരിച്ച് റീഡ് ചെയ്താലോ, 1102, 2011. റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് വായിച്ചാലും ഡിജിറ്റ്സുകൾ ഒരേപോലെയാണ്. നമുക്ക് രണ്ടിടത്തോട്ടും നമുക്ക് സെയിം ആയിട്ട് റീഡ് ചെയ്യാനായിട്ട് പറ്റും. ഫൈൻഡ് ഓൾ പോസിബിൾ ഡേറ്റ്സ് ഓഫ് ദിസ് ഫോം ഫ്രം ദി പാസ്റ്റ്. അപ്പോൾ പാസ്റ്റിൽ നിന്ന് ഇതുപോലെ പോസിബിൾ ആയിട്ടുള്ള ഡേറ്റുകൾ എഴുതാൻ വേണ്ടിയാണ് വീണ്ടും നമ്മളോട് പറഞ്ഞിട്ടുള്ളത് അല്ലേ. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 1002, 2001. നോക്കിയേ, 1002, 2001. തിരിച്ചു വായിച്ചാലോ, 1002, 2001. അപ്പോൾ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് വായിച്ചാലും റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട് വായിച്ചാലും നമുക്ക് സെയിം ആയിട്ട് തന്നെ കിട്ടും.
അടുത്തത് 09 01 1090. ഇത് നോക്കിയേ, ഇങ്ങോട്ട് വായിച്ചാലും തിരിച്ച് വായിച്ചാലും നമുക്ക് ഒരേപോലെ തന്നെ കിട്ടും. അടുത്തത് 19 1 1091. 1901 1091. തിരിച്ച് വായിച്ചാലോ 1901 1091. രണ്ട് രീതി വായിച്ചാലും നമുക്ക് സെയിം ആയിട്ട് തന്നെ കിട്ടും. അതൊക്കെ ജീവൻ വാസ് ലുക്കിംഗ് അറ്റ് ദിസ് ഇയേഴ്സ് കലണ്ടർ. He started wondering, why should we change the calendar every year? Can we not reuse a calendar? What do you think? അപ്പോൾ ജീവൻ ഈ വർഷത്തെ കലണ്ടർ നോക്കുകയായിരുന്നു. അപ്പോൾ അവൻ അത്ഭുതം തോന്നി, എന്തുകൊണ്ടാണ് നമ്മൾ എല്ലാ വർഷവും കലണ്ടർ ചേഞ്ച് ചെയ്യുന്നത്? നമുക്ക് ഈ കലണ്ടർ റീയൂസ് ചെയ്യാൻ കഴിയില്ലേ എന്ന് അവൻ ചിന്തിച്ചു. യു മൈറ്റ് ഹാവ് നോട്ടീസ് ദാറ്റ് ലാസ്റ്റ് ഇയേഴ്സ് കലണ്ടർ വാസ് ഡിഫറെൻറ്റ് ഫ്രം ദിസ് ഇയേഴ്സ്. ഓൾസോ നെക്സ്റ്റ് ഇയേഴ്സ് കലണ്ടർ വിൽ ഓൾസോ ബി ഡിഫറെൻറ്റ് ഫ്രം ദി പ്രീവിയസ് ഇയേഴ്സ്. അപ്പോൾ ഓരോ വർഷവും കലണ്ടർ എന്ത് ചെയ്യുന്നുണ്ട്? ചേഞ്ച് ചെയ്യുന്നുണ്ട് അല്ലേ? ബട്ട് വിൽ എനി ഇയേഴ്സ് കലണ്ടർ റിപ്പീറ്റ് അഗെയിൻ ആഫ്റ്റർ സം ഇയേഴ്സ്? ഏതെങ്കിലും വർഷത്തെ കലണ്ടർ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം റിപ്പീറ്റ് ചെയ്യുമോ? വിൽ ഓൾ ഡേറ്റ്സ് ആൻഡ് ഡേയ്സ് ഇൻ എ ഇയർ മാച്ച് എക്സാക്ട്ലി വിത്ത് ദാറ്റ് ഓഫ് അനദർ ഇയർ? ഡേയ്സും ഒക്കെ ഒരു വർഷത്തേത് വേറൊരു വർഷത്തേതുമായിട്ട് എക്സാക്ട്ലി മാച്ച് ആകുമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ? കലണ്ടറുകൾ റിപ്പീറ്റ് ചെയ്യും. എപ്പോഴാണെന്നറിയാമോ? 6 വർഷമോ 11 വർഷമോ 28 വർഷത്തിനോ ശേഷം കലണ്ടറുകൾ റിപ്പീറ്റ് ചെയ്യും. അത് ലീപ്പ് ഇയർ അനുസരിച്ചായിരിക്കും കലണ്ടറുകൾ റിപ്പീറ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ലീപ്പ് ഇയറിന് എത്ര ദിവസമാണുള്ളത്? 366 ഡേയ്സ് ആണ് ഒരു ലീപ്പ് ഇയറിനുള്ളത്. 2024 ഒരു ലീപ്പ് ഇയർ ആണ്. അപ്പോൾ ലീപ്പ് ഇയർ ആയതുകൊണ്ട് അത് 28 വർഷങ്ങൾക്ക് ശേഷമായിരിക്കും വീണ്ടും റിപ്പീറ്റ് ചെയ്യുക. അപ്പം 2052 വീണ്ടും ഈ 2024 എന്ന് പറയുന്ന സെയിം കലണ്ടർ റിപ്പീറ്റ് ചെയ്തു വരുന്നത്. ലീപ്പ് ഇയർ അല്ലാത്ത വർഷത്തിലെ കലണ്ടറുകൾ റിപ്പീറ്റ് ചെയ്യുന്നത് 6 വർഷത്തിനോ 11 വർഷത്തിനോ ശേഷമായിരിക്കും. ലീപ്പ് ഇയർ വരുന്ന വർഷത്തിലെ കലണ്ടറുകൾ 28 വർഷത്തിന് ശേഷം റിപ്പീറ്റ് ചെയ്യും. അപ്പോൾ ലീപ്പ് ഇയർ അല്ലാത്ത വർഷങ്ങൾ 2022 കലണ്ടർ റിപ്പീറ്റ് ചെയ്യുന്നത് 2033 റിപ്പീറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത പോർഷനുമായി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.